നോമ്പുകാലത്ത് പൊന്നാനിയുടെ സവിശേഷമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളിച്ച് നോമ്പോർമ്മകളുടെ സമാഹാരം പുറത്തിറങ്ങുന്നു. നവൈത്തു എന്ന് പേരിട്ട പുസ്തകത്തിന്റെ പ്രകാശനം ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിക്ക് മാസ് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. സൗഹൃദ കൂട്ടായ്മയായ തൗതാരം പൊന്നാനിയാണ് പുസ്തകം പുറത്തിറക്കുന്നത്. പൊന്നാനിയിലെ നോമ്പിന്റെ രാപ്പകലുകളിൽ കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമായ ഓർമ്മകളുടെ 57 കുറിപ്പുകൾ അടങ്ങുന്നതാണ് പുസ്തകം. നോമ്പുകാലത്ത് പൊന്നാനിക്ക് മാത്രമായി അനവധി സവിശേഷതകളുണ്ട്. ഇതിൽ പലതും കാലത്തിന്റെ മാറ്റത്തിൽ മറവിക്ക് വഴിമാറിയിട്ടുണ്ട്. പുതിയ തലമുറക്ക് മുന്നിൽ പൊന്നാനിയുടെ പഴമയെ വരച്ചിടുക എന്നതാണ് പുസ്തകത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കദീനവടി, മുത്താഴക്കുറ്റി, പാനൂസ, നുറുക്ക് പ്രൈസ്, കീടം കത്തിക്കൽ, അത്താഴമുട്ടുകാർ, ശർക്കര പുകയില, കയ്യാല കമ്മിറ്റി, പുതിയാപ്ലത്തക്കാരം, പീലൂത്ത് തുടങ്ങി 100ഓളം സവിശേഷതകളെ വിശദമായി പ്രതിപാദിക്കുന്നതാണ് പുസ്തകം. സ്ത്രീകൾ ഉൾപ്പെടെ 57 പേർ ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട്. പുസ്തകത്തിന്റെ പ്രകാശനം പാർലമെന്റ് അംഗം MP അബ്ദുസമദ് സമദാനി നിർവഹിക്കും. അക്ബർ ട്രാവൽസ് MD ഡോക്ടർ KV അബ്ദുൽ നാസർ പുസ്തകം സ്വീകരിക്കും. നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ P ശ്രീരാമകൃഷ്ണൻ മുഖ്യാതിഥിയാകും. തുടർന്ന് അക്ബർ മ്യൂസിക് അവതരിപ്പിക്കുന്ന സംഗീത നിശ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ നവൈത്തു ചീഫ് എഡിറ്റർ K ഇമ്പിച്ചിക്കോയ, സംഘാടക സമിതി അംഗങ്ങളായ KM അബ്ദുറഹിമാൻ, UK കബീർ, PP കമാലുദ്ദീൻ, CC മൂസ തുടങ്ങിയവർ സംബന്ധിച്ചു. പൊന്നാനി നഗരപ്രദേശം കേന്ദ്രീകരിച്ച് രൂപീകരിക്കപ്പെട്ട ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ് തൗതാരം എന്ന് പറയുന്നത്. തൗതാരം എന്നുള്ളത് ഒരു പ്രാദേശികമായിട്ടുള്ള പ്രയോഗമാണ്. സംസാരിക്കുക, പരസ്പരം സംസാരിക്കുക, ഹൃദയം തുറക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം, ഉദ്ദേശിക്കുന്ന അർത്ഥം. ആ തൗതാരം കൂട്ടായ്മ രൂപീകരിച്ച് 1 വർഷം ആയിട്ടുണ്ട്. ഇതിനകം തന്നെ പൊന്നാനിയുടെ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഒത്തുചേരലുകൾ, ചെറു ചെറു യാത്രകൾ, ഇതൊക്കെ ഈ തൗതാരത്തിൻ്റെ മുന്നിൽ നടന്നിട്ടുണ്ട്. 1 വർഷം പൂർത്തിയാകുമ്പോൾ പൊന്നാനിയുടെ സാംസ്കാരിക മണ്ഡലത്തിലേക്ക് എന്തെങ്കിലും ഒരു കനപ്പെട്ട സംഭാവന നൽകണം എന്നൊരു ചിന്ത ഇതിലെ ഭാരവാഹികൾക്ക് ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായി ഒരു പുസ്തകം പുറത്തിറക്കാൻ തീരുമാനിക്കുകയുണ്ടായി. അതിനുവേണ്ടി തിരഞ്ഞെടുത്തുള്ള വിഷയം എന്ന് പറയുന്നത് മറ്റ് പ്രദേശങ്ങളിൽ കാണാൻ സാധ്യതയില്ലാത്ത, പൊന്നാനിക്ക് മാത്രമായി അവകാശപ്പെടുന്ന ഒരുപാട് സവിശേഷതകളുണ്ട്. പ്രത്യേകിച്ച് റംസാനോടും പെരുന്നാളിനോടും ബന്ധപ്പെട്ട് അതിൽ ഒരുപാട് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തന്നെ അന്യനിന്ന് പോവുകയാണ്. പക്ഷെ പഴയ തലമുറയിലെ ആളുകളെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത, ആസ്വദിച്ച ഒരു കാലഘട്ടമാണ്. അത്തരം അനുഭവങ്ങളുടെ ഒരു പുസ്തകം ഇറക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള പിന്തുണ, സഹകരണം ഒക്കെ തന്നെ ഉണ്ടാവുകയും ആ പുസ്തകം ഒരു യാഥാർത്ഥ്യമായി മാറുകയും ചെയ്യാം. അതിൻ്റെ പ്രകാശനം 30-ാം തീയതിയാണ് നടക്കുന്നത്. പുസ്തകത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പേര് നവൈത്തു എന്നാണ്. നവൈത്തു പൊന്നാനിയുടെ നോമ്പോർമ്മകൾ എന്നാണ്. പൊന്നാനിക്ക് അറിയുന്ന ആളുകൾ പാനൂസ, മുത്താഴക്കുറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റിയുള്ള കേവലമായ വിവരണമല്ല നമ്മൾ ഈ പുസ്തകത്തിൽ ഉദ്ദേശിക്കുന്നത്. ഓരോ ആളും അവരുടെ അനുഭവത്തിലൂടെ കടന്നുപോയ ചെറുപ്പകാലങ്ങളിലെയോ അല്ലെങ്കിൽ ഇതിന്റെ കൗമാരത്തിലേക്കുള്ള നോമ്പ് അനുഭവങ്ങളാണ് ഇതിൽ വന്നത്. ഏകദേശം 57ഓളം സൃഷ്ടികൾ ഇത്തരത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് മറ്റൊന്നിനോട് വ്യത്യസ്തമാണ്. കാരണം ഒരാളുടെ അനുഭവമല്ല മറ്റൊരാളുടെ അനുഭവം. ഒരു പെരുന്നാൾ രാവുള്ള അനുഭവത്തെ തന്നെ പല ആളുകളും, ഒരു ആൺകുട്ടി കാണുന്നത്, പെൺകുട്ടി കാണുന്നത്, ഒരു മുസ്ലിം കുട്ടി കാണുന്നത്, അല്ലെങ്കിൽ മറ്റൊരു മതവിഭാഗത്തിൽ കുട്ടികൾ കാണുന്നതൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ്. അങ്ങനെ ഓരോ ആളുടെ അനുഭവത്തിലുള്ള റംസാൻ അനുഭവങ്ങൾ, പെരുന്നാൾ അനുഭവങ്ങൾ ചേർത്ത് വെച്ച 57ഓളം സൃഷ്ടികൾ ഇതിലുണ്ട്. ഇതിൽ ആലങ്കോട് ഡയറക്ടർ KP രാമനുണ്ട്, C അഷ്റഫ്, ഡോക്ടർ K ലതിക പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരെ ഗവേഷകർ തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ തുടക്കം ആദ്യമായിട്ട് എഴുതുന്ന ആളുകളും ഇതിൽ എഴുതിയിട്ടുണ്ട്. അവരുടെ ആദ്യത്തെ രചനയായിട്ടാണ് ഇത് വരുന്നത്. അതിൽ 15ഓളം സ്ത്രീകളുടെ തന്നെ ലേഖനങ്ങൾ ഇതിലുണ്ട്. അത് അവരുടെ തന്നെ പലരുടെയും ആദ്യത്തെ ലേഖനങ്ങളാണ്. അത്തരത്തിൽ വളരെ വളരെ പ്രതീക്ഷയോടെ ഇത് പ്രകാശനം ചെയ്തത്. പൊന്നാനിയുടെ കേരളത്തിൻ്റെയും സാംസ്കാരിക മേഖല, സാംസ്കാരിക പ്രവർത്തനം ഈ പുസ്തകത്തെ ഏറ്റെടുക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇതിന് ടൈറ്റിൽ ചെയ്തിട്ടുള്ളത് നാരായണൻ ഭട്ടതിരി, കേരളത്തിൽ അറിയപ്പെടുന്ന കാലിഗ്രാഫറായിട്ടുള്ള നാരായണൻ ഭട്ടതിരിയാണ്. ഈ പേര് ഉദ്ദേശിച്ച് നവൈത്തുന്ന പേര് ഉദ്ദേശിച്ച് പൊന്നാനിയിലെ കവിയായിട്ടുള്ള ഇബ്രാഹിം പൊന്നാനിയാണ്. അതുപോലെ തന്നെ ഭാസ്കർ ദാസ്, പൊന്നാനിയിലെ ചിത്രകാരനുള്ള ഭാസ്കർ ദാസ് എന്നൊരു ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. താജ് മക്കർ, ഹന്ന തബ്ലീന തുടങ്ങിയിട്ടുള്ള അറിയപ്പെടുന്ന ആളുകളുടെ ചിത്രങ്ങൾ രൂപപ്പെടുത്തുന്നത്. ഏകദേശം 250ഓളം പേജ് വരുന്ന മൾട്ടി കളറിലെ അച്ചടിച്ചുള്ള പുസ്തകമാണ്. 30 നമ്മുടെ ആളുകളുടെ കൈകളിലെത്തുന്നത്. ഇതിന് പൂർണ്ണമായി സ്വീകരിക്കണമെന്നാണ് പറയുന്നത്.
ആതുര സേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം. ബെൻസി പോളിക്ലിനിക്. അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം. ENT, നേത്രരോഗ വിദഗ്ധൻ, ഡെർമറ്റോളജിസ്റ്റ്, ജനറൽ ഫിസിഷ്യൻ, അസ്ഥിരോഗ വിദഗ്ധൻ, പീഡിയാട്രിഷ്യൻ, സൈക്കാട്രിസ്റ്റ്, ഫാമിലി മെഡിസിൻ ഡോക്ടർ, സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയുള്ള TMT, എക്കോ, എക്സ്റേ വിഭാഗങ്ങൾ. പെയിൻ ക്ലിനിക്, മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ, ഡോക്ടർ ഓൺ കോൾ സൗകര്യം, രക്തസാമ്പിൾ ശേഖരണം, അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയാക് മോണിറ്ററി ICU തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി, പൊന്നാനി റോഡ്, ചന്തപ്പടി, പൊന്നാനി.